لله نحمده ونستغفره ونتوكل إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بكلمات الله التامة ومن كل شيطان وهامة ومن كل عين لامة الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله خذ بيدي قلت هيلتي أدركني يا رسول الله وقال سيدنا محمد رسول الله إذا كان ليلة نصف من شعبان فقوموا ليلها وصوموا نهارها ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ നമ്മുടെ മഹല്ലത്തിന്റെ വൈസ് പ്രസിഡന്റ് ഫൈസി ഉസ്താദ് അവറുകൾ, അതുപോലെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ, റബ്ബ് തആല ഈ ഒരുമിച്ച് കൂടുതൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും വ്യത്യസ്ത രോഗങ്ങൾ കൊണ്ട് കഴിയുന്ന ആളുകളുണ്ട്, ഹോസ്പിറ്റലിൽ കഴിയുന്ന ആളുകളുണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകളുണ്ട്. എല്ലാവർക്കും അല്ലാഹു പരിപൂർണമായ ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ, നമ്മുടെ ഈ മഹല്ലത്ത് ബർസാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നാളെ സുവർലോക സ്വർഗ്ഗത്തിൽ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ നാം എല്ലാവരെയും നാളെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. റജബിലും ശഅബാനിലും അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചൊരിയണേ തമ്പുരാനെ. പുണ്യങ്ങളുടെ ഭൂകാലമായ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ശരീഫിനെ ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണേ തമ്പുരാനെ. ആ റമദാൻ ശരീഫിൽ ധാരാളം സുഹൃതങ്ങൾ കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. റമദാൻ വരവേൽക്കാതെ ഈ ലോകത്തിൽ നിന്നും വിട പറയുന്ന അവസ്ഥയെ തൊട്ട് അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ തമ്പുരാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന മാസം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശേഷിപ്പിച്ച അശ്ശഅബാനു ശഹരി, ശഅബാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ മാസമാണ് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ച പുണ്യമാക്കപ്പെട്ട ശഅബാൻ മാസത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിലുപരി വളരെ പവിത്രമായ നല്ല ദിന രാത്രികളാണ് നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് നാളത്തെ രാവ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കലിൽ നിന്ന് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം കാര്യങ്ങളാണോ ആ മനുഷ്യനിക്ക് നേടിയെടുക്കാനുള്ളത്, ദുന്യവിയായ കാര്യങ്ങള്, ഉഖ്റവിയായ കാര്യങ്ങൾ,
തുടങ്ങി ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനിക്ക് എന്തെല്ലാം കാര്യങ്ങളാണോ നേടിയെടുക്കാനുള്ളത്, എല്ലാം ചോദിച്ചു വാങ്ങാനുള്ളത്, എല്ലാം ചോദിച്ചു വാങ്ങാനുള്ള ഒരു അവസരം കൂടിയാണ് നാളെ നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്ന ബറാഅത്തിന്റെ രാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളായ ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു പ്രത്യേകമായ ദിവസങ്ങളും പ്രത്യേകമായ രാവുകളും പ്രത്യേകമായ സമയങ്ങളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഓഫറുകളായി നൽകാറുണ്ട്. ആ ഓഫറുകളെ കൃത്യമായി കൊണ്ട് നമ്മൾ ഓരോരുത്തരും അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ നമുക്ക് തന്നെയാണ് നഷ്ടം എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ ശഅബാൻ പകുതിയിലേക്ക് നമ്മൾ എത്തുന്ന സമയത്ത് അല്ലാഹു നമുക്ക് നൽകുന്ന ഏറ്റവും ഒരു മനോഹരമായ, ഏറ്റവും ശ്രേഷ്ഠതയുള്ള, ഏറ്റവും പുണ്യങ്ങളെ കൊണ്ട് കരസ്ഥമാക്കാനുള്ള ഒരു പവിത്രമായ ഒരു രാവാണ്. നാളെ മഗ്‌രിബിന്റെ സൂര്യോദയം കഴിഞ്ഞു കഴിഞ്ഞാൽ, മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത് ആ രാവിനെ നല്ലതുപോലെ നമ്മൾ ചെലവഴിച്ചിട്ടില്ല എങ്കിൽ ഒരു പക്ഷേ അതിന്റെ പേരിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. എന്ത് ചോദിച്ചാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉത്തരം നൽകുന്ന രാവാണ് ബറാഅത്തിന്റെ രാവ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ബറാഅത്തിന്റെ രാവായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്ത് നിന്ന് ആകാശത്തിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ കാര്യങ്ങളും ആരൊക്കെയാണ് എന്നോട് എന്തൊക്കെ ചോദിക്കുന്നു അവർക്കൊക്കെ ഞാൻ അതൊക്കെ നൽകാം എന്ന് അല്ലാഹു വാഗ്ദാനം നൽകുകയാണ്. ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും എന്ന് പറയുമ്പോൾ ഒരു അള്ളാഹുമായിട്ട് ഒരു അടിമയും ഉടമയും തമ്മിലുള്ള ആത്മീയമായ ബന്ധം വളരെ അടുത്തായി കൊണ്ടായിരിക്കും നാളത്തെ രാവിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകാനുള്ളത്. അങ്ങനെ വാനലോകത്ത് നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഓരോ അടിമകളോടും വിളിച്ചു പറയുന്ന ഓരോ ചോദ്യങ്ങളുണ്ട്. ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മുടെ ജുമുഅ പ്രഭാഷണത്തിൽ നിന്ന് ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞൊരു കാര്യമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഉപ്പമാര്, സഹോദരങ്ങള് എല്ലാം കേട്ടിട്ടുണ്ടാവാം. പക്ഷേ ഏതെങ്കിലും ഉമ്മമാരോ ഏതെങ്കിലും ഉപ്പമാരോ കേൾക്കാത്തവരുണ്ട് എങ്കിൽ അതിന്റെ മഹത്വം നമ്മൾ അറിയാതെ പോകരുത്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വാനലോകത്ത് നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ അടിമകളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്, അൽ മിൻ സാഇലിൻ, ആരെങ്കിലും ചോദിക്കുന്ന ആളുകളുണ്ടോ? എന്ത് ചോദിച്ചാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉത്തരം നൽകുന്നതാണ്. എന്ത് ആവശ്യപ്പെട്ടാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുന്നതാണ്. അൽ മിൻ സാഇലിൻ, ചോദിക്കുന്ന ആളുകളുണ്ടോ? ആ ചോദിക്കുന്ന ആളുകൾക്ക് ഞാൻ ഉത്തരം നൽകാം. അതേപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, ഫഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ആരെങ്കിലും എന്നോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നുണ്ടോ? ഈ ജീവിതത്തിന്റെ കാലയളവില് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, പ്രിയപ്പെട്ട ഉപ്പമാര്, ഓരോ മനുഷ്യനിക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എത്രയോ ആയുസ്സുകളാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകിയിട്ടുള്ളത്. 80 വയസ്സുള്ളവര്, 85 വയസ്സുള്ളവര്, അതേപോലെ 70 വയസ്സുള്ളവര്, കൗമാരപ്രായക്കാരുള്ളവര്, അങ്ങനെ തുടങ്ങി ഒരുപാട് ഉമ്മമാര്, ഉപ്പമാരിന്റെ സദസ്സിലുണ്ടല്ലോ. അവരെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ കാലയളവില് എത്രയോ തെറ്റുകുറ്റങ്ങളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ആ തെറ്റുകളൊക്കെ പൊറുക്കാനുള്ള ഒരു ഓഫർ നൽകുന്ന ദിവസമാണ് നാളത്തെ രാവ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വാനലോകത്ത് നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഫഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ആരെങ്കിലും ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവരുണ്ടോ? ആ ചോദിക്കുന്ന ആളുകൾക്ക് ആ മനുഷ്യന്മാർക്ക് ഞാൻ പുറത്തു നൽകാം. അതേപോലെ വഹൽ മിൻ മുസ്തർസിഖിൻ, ആരെങ്കിലും എന്നോട് റിസ്ക് തേടുന്നുണ്ടോ? പല ആളുകളും പലപ്പോഴും
മാസവും ചെലവുമില്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ സമ്പത്തിന് ബർക്കത്തില്ല ഉസ്താദ്, അതെനിക്ക് എന്തെങ്കിലും പരിഹാരം ചോദിച്ചു വരാറുള്ള ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുന്ന ഒരുപാട് പരിഹാരത്തിന്റെ കവാടങ്ങളിൽപ്പെട്ട ഒരു കവാടമാണ് നാളത്തെ രാവ്. അല്ലാഹുവിനോട് ആരെങ്കിലും റിസ്ക് തേടുന്നവരുണ്ടോ? അതേപോലെ റിസ്കിന്റെ സ്രോതസ്സുകൾ തേടുന്ന ആളുകളുണ്ടോ? ജോലി ശരിയാക്കാത്ത ആളുകളുണ്ടോ? ജോലിയുള്ള പ്രയാസങ്ങൾ നേരിടുന്ന ആളുകളുണ്ടോ? എന്ത് ചോദിച്ചാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുന്ന രാവാണ് ബറാഅത്തിന്റെ രാവ്. ബറാഅത്തിന്റെ രാവ് സമാഗതമായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇദാ കാന ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ പകുതി ആയി കഴിഞ്ഞാൽ അതിനർത്ഥം ബറാഅത്തിന്റെ രാവ്, പാപമോചനത്തിന്റെ രാവ് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫഖൂമൂ ലൈലഹാ, ആ ബറാഅത്തിന്റെ രാവിലെ നിങ്ങൾ ധാരാളമായി നിസ്കരിക്കണേ. ഒരുപാട് സുന്നത്തുകളൊക്കെ നിസ്കരിച്ചുകൊണ്ട് സാധാ കിടന്നുറങ്ങുന്ന സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങല്ല, അല്ലാഹുവിനോട് വന്ന് അല്ലാഹുവിനോട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അപരാധങ്ങള്, മക്കളുടെ പ്രയാസങ്ങള്, ഭർത്താവിന്റെ വിഷമങ്ങള്, ഭാര്യയുടെ ദുസ്വഭാവങ്ങള്, അതേപോലെ ഉമ്മയുടെ സ്വഭാവങ്ങള്, അങ്ങനെ തുടങ്ങി എണ്ണിയാൽ തീരാത്ത പ്രശ്നങ്ങളുള്ള ഉമ്മമാരുണ്ടാവാം, ഉപ്പമാരുണ്ടാവാം. അതൊക്കെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ എന്തിനും പരിഹാരം അല്ലാഹു നൽകുന്നതാണ്. മാത്രമല്ല ഹബീബായ തങ്ങൾ പറയുകയാണ്, അത് ബറാഅത്തിന്റെ രാവിൽ ധാരാളമായി സുന്നത്ത് നിസ്കാരങ്ങള് അതുപോലെ മറ്റുള്ള സുഹൃത്തുക്കളുമായി നിങ്ങൾ ചെലവഴിക്കണേ. മാത്രമല്ല അതിന്റെ പകലിൽ ഫസൂമൂ നഹാറഹാ, അതിന്റെ പകരം നിങ്ങൾ സുന്നത്ത് നോമ്പനുഷ്ഠിക്കുകയും ചെയ്യണേ എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബറാഅത്തിന്റെ രാവാണ് നാളെ മഗ്രിബ് അസ്തമിച്ചു കഴിഞ്ഞാൽ നാളെ ബറാഅത്തിന്റെ രാവാണ് നമ്മിലേക്ക് കടന്നു വരാനുള്ളത്. അപ്പോൾ അതിന്റെ രാത്രിയിൽ ധാരാളം സുഹൃത്തുക്കളെ കൊണ്ട് ധന്യമാക്കുക. പിറ്റേന്ന് പകരം ചൊവ്വാഴ്ച ഇൻഷാ അല്ലാഹ് അതിന്റെ സുന്നത്ത് നോമ്പ് നോക്കുകയും ചെയ്യുക. കാരണം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനുമായി സംബന്ധിച്ച എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാം ലൗഹിൽ മഹ്ഫൂദിൽ പകർത്തിയിട്ടുണ്ട്. പക്ഷേ മലക്കുകൾക്ക് ഓരോന്നിന്റെയും വകുപ്പ് തിരിച്ചു കൊടുക്കുന്ന രാവാണ് ബറാഅത്തിന്റെ രാവ്. ആ ബറാഅത്തിന്റെ രാവിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്, ഒരു വർഷത്തിൽ, അതായത് ഒരു ശഅബാൻ മുതൽ അടുത്ത ശഅബാൻ വരേക്കും, ഈ ശഅബാൻ മുതൽ അടുത്ത ശഅബാൻ വരേക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ഭക്ഷണം, അതേപോലെ ജോലി, സമ്പത്ത്, അതേപോലെ നിക്കാഹ്, മക്കളെ കല്യാണങ്ങള്, അതേപോലെ മക്കൾ ഉണ്ടാകുന്നത്, വീട് നിർമ്മാണം, അങ്ങനെ തുടങ്ങി എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകുന്ന രാവാണ് ബറാഅത്തിന്റെ രാവ്. അതുകൊണ്ട് എന്ത് അല്ലാഹുവിനോട് ചോദിച്ചാലും അല്ലാഹു എന്തെയും അത് നൽകും. മാത്രമല്ല ഒരുപാട് പരീക്ഷണങ്ങളും അതിലൂടെ നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകും. എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും അല്ലാഹുവേ ആ പരീക്ഷണത്തിൽ നിന്ന് എന്നെ കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യാം. അതിലുപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖാദിറുൽ അർവാഹ് മലക ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് ഒരു വർഷക്കാലം റൂഹ് പിടിക്കേണ്ട ആളുകളുടെ പേര് വിവരങ്ങൾ കൈമാറുന്ന രാവാണ് ബറാഅത്തിന്റെ രാവ്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീർഘായുസ്സിന് വേണ്ടി അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണേ. ദീർഘായുസ്സിന് വേണ്ടി നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. ഒരുപാട് ആളുകൾ ഈ അടുത്തായിക്കൊണ്ട് എത്രയോ ആളുകളാണ് നമ്മിൽ നിന്നും വിട പറഞ്ഞു മൂത്താകുന്നത്. അതുകൊണ്ട് റബ്ബേ, നിന്റെ ഇഷ്ടത്തിനായി നിന്റെ പൊരുത്തത്തിനായി എനിക്ക് ദീർഘായുസ് നൽകണേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട രാവാണ്. മഹത്വം അറിയാത്തതിന്റെ പേരിൽ ഒരാളും വിഷമിക്കരുത്. മഹത്വം അറിയാത്തതിന്റെ പേരിൽ ഒരാളും സങ്കടപ്പെടരുത്.
മഹത്വം അറിഞ്ഞിട്ടും അത് വേണ്ടതുപോലെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ നാളെ റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ വിരൽ കടിക്കേണ്ടി വരും. അതിന്റെ പേരിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, അതേപോലെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മഹാത്മാക്കളായ ആളുകള്, പ്രത്യേകിച്ച് ഉലമാക്കള്, അതേപോലെ നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബറാഅത്തിന്റെ രാവിൽ ഇശാമാരിന്റെ ഇടയിൽ 3 യാസീൻ പതിവാക്കാൻ വേണ്ടി ഓതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓരോ യാസീൻ സൂറത്തും ഓതേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്നാമത്തെ യാസീൻ സൂറത്ത് നമ്മൾ ഓതുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് ഇതിലേക്ക് ദീർഘായുസ് കിട്ടാനാ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത്. രണ്ടാമത്തെ യാസീൻ ഓതേണ്ടത് എന്തിനാ? ഭക്ഷണത്തിന് വിശാലത കിട്ടാനാ, ഭക്ഷണത്തിന്റെ സ്രോതസ് അടയാതിരിക്കാനാ. അതൊക്കെ കരുതിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണേ. മൂന്നാമത്തെ യാസീൻ എന്ന് പറയുന്നത് നമ്മുടെ ആഖിബത്ത് നന്നാവാനാ, അന്ത്യം നന്നാവാനാ, ഈമാൻ കിട്ടി മരിക്കാനാ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 3 യാസീൻ സൂറത്ത് ഓതണേ. മാത്രമല്ല മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ബറാഅത്തിന്റെ രാവിൽ പ്രത്യേകം ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് സൂറത്തുൽ ദുഖാൻ പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുണ്ട്. എന്തേ അത് ഓതാൻ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? ഈ ബറാഅത്ത് രാവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒത്തടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ ദുഖാൻ. അപ്പൊ സൂറത്തുൽ ദുഖാൻ ഓതൽ പതിവാക്കി, ഓതൽ പ്രത്യേക സുന്നത്തുണ്ട്. അതിലുപരി ഈ ബറാഅത്തിന്റെ രാവിൽ സൂറത്തുൽ ദുഖാൻ ഓതൽ സുന്നത്തുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, നാളെ ബറാഅത്തിന്റെ രാവായതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ വെച്ച് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പ്രത്യേകമായി കൊണ്ട് പ്രാർത്ഥനാ മജ്ലിസ് നടക്കുകയാണ്. പ്രാർത്ഥനാ മജ്ലിസ് നടക്കുമ്പോൾ അതിലൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഖിറത്ത് നന്നാവാൻ, അതേപോലെ ഭക്ഷണത്തിൽ വിശാലത കിട്ടാൻ വേണ്ടി, അതേപോലെ നമുക്ക് ദീർഘായുസ് കിട്ടാൻ വേണ്ടി എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയിൽ ഒരു പ്രത്യേകമായ ഒരു പ്രാർത്ഥനാ മജ്ലിസ് ഇൻഷാ അല്ലാഹ് നാളെ മഗ്രിബിന് ശേഷം നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, നമ്മുടെ വീട്ടിലുള്ള വിദ്യാർത്ഥികൾ, ആൺകുട്ടികള്, അതേപോലെയുള്ള ഭർത്താക്കന്മാര് അന്നെന്ത് ചെയ്യുക, അവർക്ക് പ്രത്യേകം പറയാം, നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യലോടുകൂടി ഭർത്താക്കന്മാരെ പള്ളിയിലേക്ക് പറഞ്ഞയക്കുക. നാളെ എന്ത് ചെയ്യാം, പരമാവധി മഗ്രിബിന് മുന്നേ തീരുന്ന പണിക്ക് എന്ത് ചെയ്യാം ചെയ്താൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കുക. ആൺകുട്ടികളൊക്കെ പള്ളിയിലേക്ക് പറഞ്ഞു കൊടുക്കുക. ഭർത്താക്കന്മാരെയും മക്കളെയും ആ മക്കളൊക്കെ എന്ത് ചെയ്യാം നമ്മുടെ പള്ളിയിലേക്ക് പ്രത്യേകം പറഞ്ഞയച്ച് ഇൻഷാ അല്ലാഹ് നാളെ മഗ്രിബ് മുതൽ ഇശാ ബാങ്ക് കൊടുക്കുന്നത് വരെ പ്രത്യേകമായി കൊണ്ട് 3 യാസീൻ ഓതി, അതേപോലെ ഇൻഷാ അല്ലാഹ് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ ആളുകൾക്കൊക്കെ പ്രത്യേകമായ പ്രാർത്ഥന നിർവഹിക്കുകയാണ്. അതിലുപരി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയാനുള്ളത്, പ്രത്യേകിച്ച് എല്ലാ വീടുകളിലും മധുര പലഹാരങ്ങളൊക്കെ തയ്യാറാക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, കുട്ടികളൊക്കെ വരുന്ന സമയത്ത്, ഭർത്താക്കന്മാരൊക്കെ വരുന്ന സമയത്ത് അതിൽ തബറക്കിന്റെ ഭക്ഷണം എന്ന് കരുതിക്കൊണ്ട് എന്ത് ചെയ്യാം, പള്ളിയിലേക്ക് എന്തെങ്കിലും മധുര പലഹാരം നിങ്ങൾ കൊടുത്തയക്കുകയും ചെയ്യണമെന്ന് വളരെ വിനയത്തോടു കൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹദിയായ ആയിഷ ബീവിയുടെ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോഴാണ് മഹാനായ മലക്കുൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ എഴുന്നേൽപ്പിക്കുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഇന്ന് കിടന്നുറങ്ങേണ്ട രാവല്ല നബിയേ, ധാരാളം സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കേണ്ട രാവാണ്. ജിബ്രീൽ പറഞ്ഞു കൊടുത്തു, ഇന്ന് സ്വർഗത്തിന്റെ 7 ആകാശത്തിന്റെ 7 കവാടങ്ങളും തുറന്നു
കൊണ്ട് ധന്യമാക്കണേ. എന്ത് ചോദിച്ചാലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകുന്ന രാവാണ് ബറാഅത്തിന്റെ രാവ്. അത് മറന്നു പോകില്ല, നിസാരമായി കാണല്ല. അതാണ് ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പ്രത്യേകമായി എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് നാളത്തെ ആ രാവിന്റെ മഹത്വം നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി ശ്രദ്ധിച്ച് ഗൗരവം കണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ലതുപോലെ പരമാവധി ഉറക്കമൊഴിച്ചുകൊണ്ട് നാളത്തെ രാവിലെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഉന്നതമായ സ്ഥാനങ്ങൾ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കും. നേരം മറിച്ച് നിസാരമായി കണ്ടാലോ അതിന്റെ പേരിൽ നമ്മൾ പ്രയാസപ്പെടേണ്ടി വരും എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. റബ്ബ് തആല ഈ രാവുകളിലെ ബറാഅത്തിന്റെ രാവിൽ പ്രത്യേകമായി കൊണ്ട് സുഹൃത്തുക്കളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ്